സാധാരണ നമ്മൾ ബഡ്ജറ്റിൽ എന്താ പ്രതീക്ഷിക്കുന്നത്? ഗവൺമെന്റിന് നല്ല റവന്യൂ വന്നിട്ട് ഗവൺമെന്റ് ശരിക്കും പറഞ്ഞാൽ റോഡ്, ഇൻഫ്രാസ്ട്രക്ചർ, പവർ, പോർട്ട്, റെയിൽവേസ് പോലെയുള്ള കാര്യങ്ങളിലും എയർപോർട്ട് പോലെയുള്ള കാര്യങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു. എഡ്യൂക്കേഷനിലേക്ക് പൈസ കൊണ്ടുവരുന്നു. ബേസിക് ആയിട്ടുള്ള അമെനിറ്റീസിന് കൊണ്ടുവരുന്നു. പിന്നെന്താ, നമ്മള് ആഗ്രി പ്രോഡക്ട്സിനും ഫാമിങ്ങിനും ഒക്കെ പൈസ ചെലവാക്കുന്നു. ഇങ്ങനെയാണല്ലോ. അപ്പൊ ഒരു ഇലക്ഷൻ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ടൈം ആവുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്സ് കയറുന്നു, ഡിഫൻസ് സ്റ്റോക്സ് കയറുന്നു, റെയിൽവേ സ്റ്റോക്ക് കയറുന്നു, അഗ്രികൾച്ചർ സ്റ്റോക്ക് കയറുന്നു, ഫെർട്ടിലൈസർ സ്റ്റോക്ക് കയറുന്നു. ഇങ്ങനെയായിരുന്നു സാധാരണ. ഇപ്പൊ ഇന്ന് മാർക്കറ്റ് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത് ഗവൺമെന്റിന് എവിടെയാണ് പൈസ. റവന്യൂ നല്ല രീതിയിൽ കുറഞ്ഞു എന്നുണ്ടെങ്കിൽ എങ്ങനെ ഇവർക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്താൻ പറ്റും എന്നുള്ള. അത് കൂടാതെ എവിടെ നിന്നാണ് ഗവൺമെന്റ് വരുന്നത്? ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കാര്യം കൂടെ ചോദിക്കുകയാണെങ്കിൽ ബംഗാൾ, ആസാം, കേരള ഈ 3 സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ നടക്കാൻ പോകുന്നു എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ഇതിനു മുമ്പ് ബീഹാർ ഇലക്ഷൻ നടത്തും. ഈ ഇലക്ഷൻ നടക്കുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് എന്താ ചെയ്യുന്നത്? അവരുടെ ഇലക്ട്രേറ്റിന് വേണ്ടിയിട്ട് ഈ ലാഡ്കി ബഹൻ യോജന അല്ലെങ്കിൽ ലാഡ്ലി ബഹൻ യോജന എന്നൊക്കെ പറഞ്ഞ് 2000 രൂപ 1000 രൂപയൊക്കെ ആൾക്കാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് എവിടുന്നാണ് പൈസ പോകുന്നത്? ഈ പൈസയൊക്കെ ശരിക്കും പറഞ്ഞാൽ പോകുന്നതോടുകൂടി ഈ പറയുന്ന പോലെ ട്രഷറി ബെഞ്ചസ്, അതായത് ഗവൺമെന്റിന്റെ കോഫേഴ്സിൽ പൈസ കുറയണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും പൈസ ഇല്ലാതെ ഗവൺമെന്റ് എങ്ങനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൊണ്ടുവരും എന്നുള്ള ഒരു സംശയം ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ എപ്പോഴത്തെയും പോലും അല്ലാതെ ഈ പറയുന്ന പോലെ ഈ സ്റ്റോക്കുകളിലൊന്നും ഒരു വലിയ മൂവ്മെന്റ് വരാത്തത്. അതിനെ ഓവർ ഷാഡോ ചെയ്തുകൊണ്ട് ഗ്ലോബൽ ഇഷ്യൂസും മറ്റുള്ള അൺഫൈൻഡിങ് ഓഫ് എൻകാരി ട്രേഡും കൂടി വരുമ്പോൾ ഈ വക ഒരു പ്രീ ബഡ്ജറ്റ് മൂവ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ കാണുന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യം അനില പറഞ്ഞ പോലെ ഒരു കാര്യം തന്നെയാണ്. അതായത് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിൽ ഗവൺമെന്റ് എന്തെങ്കിലും ഇളവ് കൊണ്ടുവരുമോ എന്നുള്ളതാണ്. ഇതൊരു മാർക്കറ്റ് ബൂസ്റ്റർ ആണ്, ബട്ട് അതൊരു എക്കണോമിക് ബൂസ്റ്റർ അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതായത് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ പോപ്പുലേഷന്റെ ചെറിയ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് മാറ്റി റവന്യൂ കുറച്ചിട്ട് മറ്റുള്ള സാധാരണ സിറ്റിസൺസിന് വേണ്ടി സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാം ഗവൺമെന്റ് കട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നടക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളത്. ചെറിയൊരു ടിങ്കറിങ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാം. അത് മാർക്കറ്റിന് വലിയ റിലീഫ് ഉണ്ടാവില്ല. ഇനി അറിയില്ല, ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ഇനി ഇപ്പൊ വലിയ രീതിയിലുള്ള ക്യാപിറ്റൽ ഗെയിൻസ് റിഫോംസ് കൊണ്ടുവരുമോ എന്നുള്ള കാര്യത്തിൽ അറിയില്ല. ബട്ട് ഇപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഗവൺമെന്റിൽ പൈസയില്ല. അതുകൊണ്ട് മിക്കവാറും ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ടിങ്കർ ചെയ്യാനുള്ള ചാൻസ് ഇല്ല. ഇനി അഥവാ എവിടെന്നെങ്കിലും പൈസ കണ്ടെത്തിയാൽ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിന് ബെനിഫിറ്റ് ചെയ്യുന്നുള്ള ഒരു എന്താ പറയാ ഒരു വിശ്വാസം എനിക്കില്ല. കാര്യം ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് എ സ്മോൾ പാർട്ട് ഓഫ് ദ ലാർജർ എക്കണോമി. ലാർജർ എക്കണോമി എന്ന് പറയുന്നത് റൂറൽ എക്കണോമിയാണ്. അങ്ങോട്ടേക്കായിരിക്കും, മറ്റുള്ള സോഷ്യൽ വെൽഫെയർ സ്കീമിലായിരിക്കും ഗവൺമെന്റ് പൈസ ഇടാൻ പോകുന്നത് എന്നുള്ളതാണ്. ബട്ട് ഇപ്പൊ മാർക്കറ്റ് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇന്ന് എല്ലാ ടെക്നിക്കൽ ചാർട്ടും ഔട്ടായി, എല്ലാ പോസിറ്റീവ് ന്യൂസും ഔട്ടാണ്. ഇതിനകത്ത് മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത് ഇമോഷനും സെന്റിമെന്റും മാത്രമേ ഉള്ളൂ.